ഹലോ, സൈലം ടീച്ചിങ് എക്സാമിൻ്റെ മറ്റൊരു HSA മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HSA മാത്തമാറ്റിക്സിൻ്റെ 4ാമത്തെ മൊഡ്യൂളിലുള്ള ഒരു മേജറായിട്ടുള്ള ടോപ്പിക്കായിരുന്നു കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്നത്. കോംപ്ലക്സ് അനാലിസിസിൽ തന്നെ ഇന്നും പല കുട്ടികൾക്കും കൺഫ്യൂഷൻ അടിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോംപ്ലക്സ് അനാലിസിസിലെ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്, യൂണിറ്റി മീൻസ് 1. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ 1ന്റെ ക്യൂബ് റൂട്ടായിട്ട് വരുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ടായിരിക്കാം. അതിനെയാണ് നമ്മൾ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് വിളിക്കുക. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ Z എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് കണ്ടെത്തണം. ആ നമ്പറിൻ്റെ പ്രത്യേകത, ആ നമ്പർ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്, അല്ലെങ്കിൽ 1ന്റെ ക്യൂബ് റൂട്ടാണ്. അപ്പോൾ 1ന്റെ ക്യൂബ് റൂട്ടായിട്ട് വരുന്ന സംഖ്യകളെയാണ് നമ്മൾ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് വിളിക്കാറുള്ളത്. മലയാളത്തിലാണെങ്കിൽ ഏകത്വത്തിൻ്റെ ഘനത്വ മൂലം എന്നൊക്കെ വിളിക്കാറുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ക്യൂബ് ചെയ്യുക. രണ്ട് സൈഡിലും ക്യൂബ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുക Z³ ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 1 ഹോൾ ക്യൂബ് എന്ന് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് Z³ ഈക്വൽ ടു, ഈ ക്യൂബ് റൂട്ടും ക്യൂബും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ Z³ ഈക്വൽ ടു 1 എന്ന് കിട്ടും. +1 സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് എടുത്താൽ Z³ -1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് അനാലിസിസിൽ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് Z³ -1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ സൊല്യൂഷൻസ് ആണ്. സ്വാഭാവികമായിട്ടും ഇയാളൊരു 3 ഡിഗ്രി ഉള്ള പോളിനോമിയലാണ്, അല്ലെങ്കിൽ 3rd ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ ഇതിന് 3 റൂട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ Z³ -1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു 3rd ഡിഗ്രി പോളിനോമിയലിന് 3 സൊല്യൂഷൻസ്, 3 റൂട്ടുകൾ കിട്ടും. ആ റൂട്ടുകളെയാണ് നമ്മൾ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് വിളിക്കാറുള്ളത്. എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ കാണുക, നമുക്ക് നോക്കാം. Z³ -1നെ നമ്മൾ പല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാറുണ്ട്. Z³ -1നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് Z-1 ഇൻറ്റു Z² പ്ലസ് Z+1 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് A³ മൈനസ് B³ ഒരു എക്സ്പാൻഷൻ ആണ് A-B ഇൻറ്റു A² പ്ലസ് AB പ്ലസ് B² എന്ന് പറയുന്നത്. അതുപയോഗിച്ച് Z³ -1നെ Z³ -1³ എന്ന് എഴുതാം. ദാറ്റ് ഈസ് Z-1 ഇൻറ്റു Z² പ്ലസ് Z+1. രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ചെയ്താൽ 0 കിട്ടണമെങ്കിൽ അതിൽ ആരെങ്കിലും ഒരാൾ 0 ആകണം. അപ്പോൾ ഒന്നെങ്കിൽ Z-1 ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ Z² പ്ലസ് Z+1 ഈക്വൽ ടു 0 ആയിരിക്കും. Z-1 ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ Z ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ആ പോളിനോമിയലിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് 1. ബാക്കിയുള്ള 2 റൂട്ടുകൾ നമുക്ക് Z² പ്ലസ് Z+1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് B² മൈനസ് 4AC ഡിവൈഡഡ് ബൈ 2a. ഇവിടെ a എന്ന് പറഞ്ഞാൽ Z²ന്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്, b എന്ന് പറഞ്ഞാൽ Z-ന്റെ കോയിഫിഷ്യൻ്റ് അതും 1 ആണ്, c എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം എത്രയാ കിട്ടുക, 1 ആ കിട്ടുക. Therefore minus b എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് B² 1² മൈനസ് 4 ഇൻറ്റു a ഇൻറ്റു c എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 2a, ദാറ്റ് ഈസ് 2 ഇൻറ്റു 1. Therefore answer is -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -3 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടുന്നു. റൂട്ട് -3 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് ഓർ മൈനസ് i റൂട്ട് 3 ആണ്. കാരണം റൂട്ട് -1 എന്ന് പറഞ്ഞാൽ i. Therefore answer is -1 പ്ലസ് ഓർ മൈനസ് i റൂട്ട് 3 ബൈ 2. ചുരുക്കി പറഞ്ഞാൽ Z³ -1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു 3rd ഡിഗ്രി പോളിനോമിയലിന് നമുക്ക് കിട്ടുന്നത് 3 റൂട്ടുകളാണ്. ഏതൊക്കെയാണ് ആ 3 റൂട്ടുകൾ? Z ഈസ് ഈക്വൽ ടു 1 ഒരു റൂട്ടാ, അടുത്ത റൂട്ട് Z ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് i റൂട്ട് 3, ദാറ്റ് ഈസ് -1 പ്ലസ് i റൂട്ട് 3 ബൈ 2 ഒരു റൂട്ടാണ്. അടുത്ത റൂട്ട് വരുന്നത് -1 മൈനസ് i റൂട്ട് 3 ബൈ 2 ആ വരുന്നത്. ഈ 3 റൂട്ടുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിലാക്കൂ. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ
1ന്റെ ക്യൂബ് റൂട്ട് ആയിട്ട് വരുന്ന 3 മൂല്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, z³ - 1 = 0 എന്ന് പറയുന്ന തേർഡ് ഡിഗ്രി പോളിനോമിയലിന്റെ 3 മൂല്യങ്ങൾ 3 റൂട്ടുകളാണ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. z³ - 1 = 0 എന്ന് പറയുന്ന തേർഡ് ഡിഗ്രി പോളിനോമിയൽ സിംപ്ലിഫൈ ചെയ്ത് അതിന്റെ സൊല്യൂഷൻ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന 3 റൂട്ടുകൾ ഒന്ന് തന്നെയാണ്, രണ്ടാമത്തത് -1 + i√3/2, മൂന്നാമത്തത് -1 - i√3/2 ആണ്. ഈ 3 റൂട്ടുകളെയാണ് നമ്മൾ ക്യൂബ് റൂട്ടുകൾ എന്ന് വിളിക്കാറുള്ളത്, അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് വിളിക്കാറുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ റൂട്ട് 1, രണ്ടാമത്തെ റൂട്ട് -1 + i√3/2, മൂന്നാമത്തെ റൂട്ട് എന്ന് പറയുന്നത് -1 - i√3/2 ആണ്. ഇത് ഒന്നാമത്തെ റൂട്ട് 1 തന്നെയാണ്. രണ്ടാമത്തെ റൂട്ടിന് സാധാരണയായിട്ട് നമ്മൾ കൊടുക്കാറുള്ള നൊട്ടേഷൻ ഒമേഗ എന്ന് പറയുന്ന ഈ നൊട്ടേഷൻ ആണ് സാധാരണയായിട്ട് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയുടെ രണ്ടാമത്തെ യൂണിറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ മൂല്യത്തിന് നമ്മൾ കൊടുക്കാറുള്ളത്. ഇതേപോലെ മൂന്നാമത്തെ മൂല്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ മൂല്യത്തിന്റെ സ്ക്വയർ കാണുമ്പോഴാണ് മൂന്നാമത്തെ മൂല്യം കിട്ടുക. -1 + i√3/2ന്റെ സ്ക്വയർ ചെയ്താൽ കിട്ടുന്നതാണ് -1 - i√3/2. അതുകൊണ്ട് തന്നെ മൂന്നാമത്തതിനെ നമ്മൾ ഒമേഗ സ്ക്വയർ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ z³ - 1 = 0ന്റെ 3 റൂട്ടുകളാണ്. അതിലൊരു റൂട്ട് 1, അടുത്ത റൂട്ട് ഒമേഗ, അടുത്ത റൂട്ട് ഒമേഗ സ്ക്വയർ ആണ്. അത് ആരൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഒമേഗ എന്ന് പറഞ്ഞാൽ -1 + i√3/2, ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 - i√3/2 ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഇതിന്റെ പ്രോപ്പർട്ടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെയാണ് ഈ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റികളുടെ പ്രോപ്പർട്ടി? ഇത് ഉപയോഗിച്ചിട്ടാണ് സാധാരണയായിട്ട് ചോദ്യം വരാറുള്ളത്. 3 ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റികൾ മോഡ് 1, മോഡ് ഒമേഗ, മോഡ് ഒമേഗ സ്ക്വയർ. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റികളുടെ എല്ലാ മോഡുലസ് കണ്ടാൽ എപ്പോഴും കിട്ടുന്ന ഉത്തരം 1. രണ്ടാമതായിട്ട് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റുകൾ എല്ലാം കൂടെ കൂട്ടിയാൽ എപ്പോഴും കിട്ടുന്ന ആൻസർ 0. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റുകൾ എല്ലാം കൂടെ ഗുണിച്ചാൽ കിട്ടുന്ന ആൻസർ 1. അതിൽ നിന്ന് നമുക്ക് 1 × ഒമേഗ × ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒമേഗ ക്യൂബ് = 1 എന്ന് പറയാം. ഇതൊന്ന് ജനറലൈസ് ചെയ്തിട്ട് ഇങ്ങനെയും പറയാം, ഒമേഗന്റെ പവർ 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസർ എപ്പോഴും കിട്ടുന്നത് 1. അപ്പോൾ ഒമേഗയുടെ പവർ 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസർ കിട്ടുന്നത് 1. ഇത്രയാണ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയുടെ പ്രോപ്പർട്ടീസ് പറയാനുള്ളത്. ഈ 3 പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് പല വിധത്തിലുള്ള ചോദ്യം HSA മാത്തമാറ്റിക്സിന്റെ എക്സാമിനേഷൻ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ പല വിധത്തിൽപ്പെട്ട കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും കണ്ടിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടീസ് ഒന്ന് മനഃപ്പാടമാക്കി വെക്കണം. 3 ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റികളുടെയും മോഡുലസ് 1 ആണ്. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റികൾ കൂട്ടിയാൽ കിട്ടുന്നത് 0 ആണ്. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റികൾ ഗുണിച്ചാൽ കിട്ടുന്നത് 1 ആണ്. അതായത് ഒമേഗ ക്യൂബ് 1. അതേപോലെ ഒമേഗന്റെ മുകളിൽ 3ന്റെ ഏത് പവർ വന്നാലും ആൻസർ കിട്ടുന്നത് എത്രയാ? 1. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ω⁻12 എത്രയാന്ന് ചോദിച്ചാൽ ഒമേഗന്റെ മുകളിലുള്ള പവർ 3ന്റെ മൾട്ടിപ്പിളാ. ദെർഫോർ ആൻസർ ഈസ് 1. ω⁻15 ആൻസർ ഈസ് 1. ω⁻10 എങ്ങനെ എഴുതുക? ω⁻9 × ഒമേഗ എന്ന് എഴുതാം. ω⁻9 എന്ന് പറഞ്ഞാൽ 1. 1 × ഒമേഗ ഒമേഗ. ω⁻7 എങ്ങനെ എഴുതുക? ω⁻6 × ഒമേഗ എന്ന് എഴുതാം. ω⁻6 3ന്റെ മൾട്ടിപ്പിളാണ് മുകളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ 1 ആണ് കിട്ടുക. ദെർഫോർ 1 × ഒമേഗ ഒമേഗ എന്ന് കിട്ടുന്നു. ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ z³ - 1 = 0 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ സൊല്യൂഷൻസ്. 3 സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ഒന്ന് -1 + i√3/2, -1 - i√3/2. അതിനെ നമ്മൾ വിളിക്കാറുള്ള പേര് 1 ഒമേഗ ഒമേഗ സ്ക്വയർ എന്നാണ് വിളിക്കുക. അതിന്റെ പ്രോപ്പർട്ടീസ് ഓർത്ത് വെക്കണം. എല്ലാത്തിൻ്റെയും മോഡുലസ് 1, എല്ലാത്തിൻ്റെയും സമ്മ് 0 ആണ്. എല്ലാം കൂടെ പ്രൊഡക്റ്റ് ചെയ്താൽ ഉത്തരം 1. ഒമേഗയുടെ മുകളിൽ 3ന്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടുന്നതെങ്കിൽ ആൻസർ എപ്പോഴും 1. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ ചെയ്യാം. താങ്ക് യു.